വന്നേക്കുന്ന ഒരു മഷ്റൂം കറി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമാണ്. അതിപ്പോൾ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി കട്ടിംഗ് ബോർഡിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 9 പീസോളം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മഷ്റൂം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് കഴുകിയെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മഷ്റൂം കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളുടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇച്ചിരി വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു തവ വെക്കുന്നുണ്ട്. ഞാൻ പീഗോണിൻ്റെ ഒരു കട്ടിയുള്ളൊരു തവയാണ് കേട്ടോ വെക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിനകത്തേക്ക് ഞാൻ ചെറുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 9 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കനം കുറച്ച് അരിയണം കേട്ടോ. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കാന്താരിയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തൊടിയിൽ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഞാൻ തൊടിയിലെ പച്ചക്കറികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനൊരു നുള്ളു പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് വാടാനുള്ള ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മളുടെ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 3.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 സ്പൂണോളം മതി. എൻ്റെ കൈ അളവാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 സ്പൂണോളം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മളുടെ മഷ്റൂം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം കഴുകിയത് കൊണ്ട് തന്നെ അതിനകത്ത് ഓൾറെഡി ഒരു വെള്ളാംശം ഉണ്ട്. പിന്നെ കഴുകിയ വെള്ളം കൂടി അതിനകത്തേക്ക് തങ്ങി നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യകത വരുന്നില്ല. ജസ്റ്റ് ഒന്നത് വേഗട്ടെ കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെന്തതിന് ശേഷമാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊതുവേ നമ്മൾ വാട്ടുമ്പോഴേ ഇട്ട് കൊടുക്കത്തില്ല. പക്ഷേ ഇത് ഇച്ചിരി വാടി അതിൻ്റെ സ്മെല്ല് വരുമ്പോഴേക്കും നമ്മൾ ഒന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂടി വേവിക്കുക. കാരണം തണ്ടിനൊക്കെ നല്ല വേവ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇത് ഏകദേശം ഒന്ന് ഇച്ചിരി വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ കറുകാപ്പട്ട ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചെറിയ വെള്ളാംശമൊക്കെ മാറി പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു മഷ്റൂം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സവാള അല്ലെങ്കിൽ ഉള്ളി വാട്ടുന്ന സമയത്ത് ഇതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ മൊത്തം വരാൻ വേണ്ടിയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ചെയ്തിട്ട് എനിക്ക് ഒന്ന് കമൻറ്റ് ഇടണേ. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.